Hello everyone, it's Scold Learning Solution. My name is Muhammad Ashik and ഒരു BBA faculty ആണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഫോർത്ത് സെമ്മിലെ BBA ഹോണേഴ്സിൻ്റെ എലക്റ്റീവ് കോഴ്സ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു വാസ്റ്റ് കോൺസെപ്റ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ്? ഒരു കമ്പനിയിൽ സാധാരണ HR മാനേജേഴ്സ് കൊടുക്കുന്ന കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, എല്ലാ റെപ്യൂട്ടഡ് കമ്പനികളിലും എന്ത് ചെയ്യും? ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കും. എന്തിനാണ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നത്? നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ വരുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യാം? അവരുടെ സ്കില്ലും അവരുടെ നോളജും എബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലാ കമ്പനികളിലും എന്ത് ചെയ്യും? ഈ ട്രെയിനിങ് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കമ്പനിയിലെ ഗോൾ അച്ചീവ് ചെയ്യുന്ന തരത്തിലേക്ക് എംപ്ലോയീസിനെ മാറ്റിയെടുക്കും ട്രെയിനിങ് കൊടുത്തിട്ട്. അപ്പൊ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിൽ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുക, എന്താണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുക, എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രോസസ്സ്, എന്താണ് മോഡേൺ ടൂൾസുകൾ എന്തൊക്കെയാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ തരം ട്രെയിനിങ്ങുകൾ ഉണ്ട്, ഓഫ് ദ ജോബ്, ഓൺ ദ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രെയിനിങ് മെത്തേഡുകൾ ഉണ്ട്, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ പിന്നെ പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്ട് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്രയും വേഗം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എന്ത് ചെയ്യാം? ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ് ട്രെയിനിങ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ മോഡേൺ ആയിട്ട് എന്തൊക്കെ ടൂളുകളാണ് നമ്മൾ ട്രെയിനിങ്ങിൽ യൂസ് ചെയ്യണത് എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ലെസണിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് ട്രെയിനിങ്ങിന്റെ മീനിങ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചോദ്യം വരികയാണെങ്കിലും മെയിൻ ആയിട്ട് ട്രെയിനിങ് റിലേറ്റഡ് ചോദ്യങ്ങളാണ് വരിക. അപ്പൊ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് മീനിങ് ഓഫ് ട്രെയിനിങ്. നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ് എസ്സേക്ക് ചോദിക്കണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ട്രെയിനിങ്ങിന്റെ ഈ മീനിങ് എഴുതി വെക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം. അതുകൊണ്ട് ഏത് ടേം പഠിക്കുകയാണെങ്കിലും അതിന്റെ മീനിങ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ എന്താണ് ട്രെയിനിങ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയിൽ വരുന്ന പുതിയ എംപ്ലോയീസ് വരും. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്ക് കമ്പനിയെ കുറിച്ച് അറിയണം, കമ്പനിയിൽ പുതുതായി ചെയ്യുന്ന പ്രവർത്തികളെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ത് വേണം? അവർക്ക് നോളജ് വേണം, സ്കില്ല് വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യും. ആ ട്രെയിനിങ് പ്രോഗ്രാം വഴി എന്ത് ചെയ്യും? എംപ്ലോയീസിന് പുതിയ നോളജും സ്കില്ലൊക്കെ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രെയിനിങ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനിയിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന ജോബ് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്ത തരത്തിൽ കൊടുക്കുന്ന പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രെയിനിങ്. ട്രെയിനിങ് ആരാണ് കണ്ടക്ട് ചെയ്യാം? കമ്പനിയാണ് എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ആളെ പറയുന്ന പേരാണ് ട്രെയിനർ. അതുപോലെ ട്രെയിനിങ് കിട്ടുന്ന ആളാണ് എന്ത്? ട്രെയിനി. ഇവിടെ ഓൾറെഡി ഉണ്ട്. ട്രെയിനർ എന്നതാണ് ഹു പ്രൊവൈഡ് ട്രെയിനിങ്. ആരാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അവരാണെന്ത്? ട്രെയിനർ. അതുപോലെ തന്നെ ആരാണോ ട്രെയിനിങ് റിസീവ് ചെയ്യുന്നത് അവരാണ് ട്രെയിനി എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. കാർ ഡ്രൈവിംഗ്. നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാറ് പഠിക്കാൻ പോകും അല്ലെ? കാറ് ഡ്രൈവിംഗ് ലൈസൻസിന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകും. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്ലാസ് എടുത്ത് തരുന്ന ഒരാളുണ്ടാവും അല്ലെ? എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, എന്തൊക്കെയാണ് റൂൾസ്, എന്തൊക്കെയാണ് ട്രാഫിക് റൂള്, എങ്ങനെയാണ് ഗിയർ മാറ്റേണ്ടത്, എന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുണ്ടാവും ഒരാളുണ്ടാവും. അയാളാണ് ട്രെയിനർ. ഓക്കെ, നമ്മളാണ് ഇവിടെ ആര്? ട്രെയിനി. അതായത് ക്ലാസ് കേൾക്കുന്ന നമുക്ക് ഡ്രൈവിംഗ് അറിയാത്ത ആളുകളാണ് എന്ത്? ട്രെയിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ പ്രോസസ് വഴി എന്ത് ചെയ്യും? ട്രെയിനിങ് വഴി നമ്മൾ ആ കാർ ഡ്രൈവിംഗ് സ്കില്ല് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ കമ്പനികളിലും എന്ത് ചെയ്യും? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ
സ്കില്ലും നോളജ് ഒക്കെ എന്ത് ചെയ്യും ആ ആക്ടിവിറ്റീസിൽ കൂടും. അവർക്ക് ജോബ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര ശ്രദ്ധിച്ചാൽ മതി, എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൂട്ടുന്നതിന് വേണ്ടി എടുക്കുന്ന പ്രോഗ്രാമിന് അല്ലെങ്കിൽ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇത് ട്രെയിനിങ്. ഓക്കെ, അപ്പൊ മീനിങ് എന്തായിരിക്കണം, മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഏത് എസ് ആണെങ്കിലും ഷോർട്ട് എസ് ആണെങ്കിലും ട്രെയിനിങ്ങുമായി റിലേറ്റഡ് ചെയ്ത് എന്ത് ചോദ്യമാണെങ്കിലും ആദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് ട്രെയിനിങ്ങിന്റെ മീനിങ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. അതായത് അക്കോർഡിംഗ് ടു എഡ്വിൻ ഫ്ലിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ട്രെയിനിങ്ങിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ് എഡ്വിൻ ഫ്ലിപ്പോ കൊടുത്തിട്ടുള്ളത്. ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയീസിന് എന്തൊക്കെ സ്കില്ലും നോളജും വേണോ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, ട്രെയിനിങ്. ഈ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ഉള്ളത്. ഒന്ന്, നമുക്ക് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുടെ പേര്, ഈ ഡെഫിനേഷൻ കൊടുത്ത ആളുടെ പേര് ഒഴിവാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന് മീനിങ് ആയി. ഓക്കെ, ഇനി ഡിഫൈൻ ട്രെയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കൂടെ ഈ ഒരാളുടെ പേര് അക്കോർഡിംഗ് ടു എഡ്വിൻ ഫ്ലിപ്പോ എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ ആയി. സാധാരണ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ എന്ത് വരാറുണ്ട്, ഫസ്റ്റ് സെക്ഷനിൽ ട്രെയിനിങ്ങിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ചോദിച്ചാലും എഴുതാം, മീനിങ് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ്. ഒരു ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ആണ് പ്രിപ്പയറിംഗ് ന്യൂ എംപ്ലോയി. ഒരു കമ്പനിയിലേക്ക് പുതുതായി വരുന്ന എംപ്ലോയീസിന് അവരുടെ പുതുതായി ഒരു എംപ്ലോയി വരുമ്പോൾ എന്തുണ്ടാവും, അവർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ കമ്പനി നമ്മൾ എന്താണ് ചെയ്യുക, നമ്മുടെ ജോബ് എന്താവും, നമ്മുടെ ജോബിന്റെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അത് ചെയ്ത് തീർക്കാൻ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ ട്രെയിനിങ് വളരെ ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അതായത് ഒരാൾ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു HR ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അയാൾ പുതുതായി ജോയിൻ ചെയ്യാണ്. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കും, HR ഫീൽഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ കമ്പനിയിലെ റൂൾസ് എന്താണ്, എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയീസ് എന്തായി, കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പയറിംഗ് ന്യൂ എംപ്ലോയി. പുതിയ എംപ്ലോയിനെ എന്ത് ചെയ്യുക, കമ്പനിയിലേക്ക് ആപ്റ്റ് ആകുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് സ്കില്ലാണ്. എന്ന് വെച്ചാൽ നിലവിലുള്ള എംപ്ലോയീസ് ഉണ്ട്, പുതുതായി വരുന്ന എംപ്ലോയീസ് നമ്മൾ അറിയാത്തവരാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, കമ്പനിയെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ അവരുടെ സ്കില്ല് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ ടെക്നോളജിയിൽ പുതിയ ചേഞ്ചസ് വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ AI പോലത്തുള്ള ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. അപ്പൊ ആ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ആ ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള തരത്തിൽ എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിന്റെ സ്കില്ല് വീണ്ടും ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ട്രെയിനിങ് യൂസ് ചെയ്യാം. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞത് ഹാൻഡ്ലിംഗ് ബിസിനസ് ചേഞ്ചസ് ആണ്. അതായത് ബിസിനസ്സിൽ വരുന്ന ഡേ ടു ഡേ ബിസിനസ്സിൽ ചേഞ്ചസ് ആണ് അല്ലെ, മാർക്കറ്റ് എങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ചേഞ്ചസിനനുസരിച്ചും മാറുന്ന തരത്തിൽ വേണം നമ്മളെ എംപ്ലോയീസ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പോൾ നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ ചേഞ്ച് തന്നെ, പുതുതായി കുറെ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ എന്ത് ചെയ്യും, പുതിയ ടെക്നോളജീസ് വീണ്ടും വരും. അപ്പൊ ആ ടെക്നോളജീസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എംപ്ലോയീസിനെ മാറ്റാൻ എന്ത് വേണം, ട്രെയിനിങ് വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പിന്നെ പറയുന്നത് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി കോൺഫിഡന്റ് ആവും. കോൺഫിഡന്റ് ആയ എംപ്ലോയീസ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അവർ ക്വാളിറ്റി വർക്ക് ചെയ്യും, എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി പെർഫോമൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ ഫോർത്ത് പോയിന്റ് റെഡ്യൂസിങ് എറർ ആൻഡ് ആക്സിഡന്റ് ആണ്. അതായത് കമ്പനിയിൽ ഇപ്പൊ ഒരു മെഷീനറി വിചാരിക്കാം, ഒരു എംപ്ലോയീസ് മെഷീനറി ഡീൽ ചെയ്യുന്ന ഫാക്ടറിയിലാണ് വർക്ക് വിചാരിക്കാം, മെഷീനറി ഡീൽ ചെയ്യാണ്. അപ്പൊ ഈ മെഷീനറി എങ്ങനെ യൂസ് ചെയ്യാം, അത് എപ്പോഴാണോ സ്റ്റാർട്ട് ആക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് എന്ത് ചെയ്യാം, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ തീരെ അറിവില്ലാത്ത ഒരാൾ പോയി മെഷീനറി ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ
ആക്സിഡന്റ് സംഭവിക്കാം, കുറെ എറേഴ്സ് സംഭവിക്കാം, അതുപോലെ കമ്പനിക്ക് ലൂസ് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് വരുന്ന എറേഴ്സുകളും ആക്സിഡന്റുകളും എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ്, ബൂസ്റ്റിംഗ് എംപ്ലോയി മോട്ടിവേഷൻ. അതായത് എംപ്ലോയീസിന് മോട്ടിവേഷൻ ആവുക എങ്ങനെയാണ്, എംപ്ലോയീസ് കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താവും, മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, ഒരു കമ്പനിയിൽ വർക്കുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ആ കമ്പനിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യും, സെൽഫ് മോട്ടിവേറ്റഡ് ആവും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഇംപ്രൂവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്ടിവിറ്റി വരും, നല്ല പ്രൊഡക്ടിവിറ്റി വരുമ്പോൾ നല്ല ക്വാളിറ്റി ഡീലിങ്സ് വരും. ആ ക്വാളിറ്റി ഡീലിങ്സ് ഉള്ളവർക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സെയിൽസിലൊക്കെ വരുന്ന അല്ലെ, സെയിൽസിലൊക്കെ കുറെ എംപ്ലോയീസ് വരും, ടെക്സ്റ്റൈൽസിലൊക്കെ എന്ത് ചെയ്യാം, കുറെ സെയിൽസ് എംപ്ലോയീസിനെ കാണാം. അവർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ നമ്മളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യാം അല്ലെ, ഓരോ കസ്റ്റമേഴ്സിനെയും അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഈ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്, ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഒന്ന് ഫസ്റ്റ് വരുന്നത് അതിന്റെ പുതിയ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ സെക്കൻഡ് വൺ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പിന്നെ ബിസിനസ്സിൽ വരുന്ന ഡേ ടു ഡേ വരുന്ന ചേഞ്ചസിനെ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ആക്സിഡന്റ് ആൻഡ് എറേഴ്സ് കുറക്കുക, അതുപോലെ എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടാൻ, സെൽഫ് മോട്ടിവേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ആണ്. ഇത്രയാണ് മെയിൻ ആയിട്ട് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിങ്ങില് രണ്ടാമത്തെ സെക്ഷൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രെയിനിങ്ങിന്റെ മീനിങ്ങും അതുപോലെ തന്നെ ഈ ഇമ്പോർട്ടൻസ്. സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അറിയാം. കാരണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി, ഈ പോയിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിൽ അതിന്റെ ആൻസറുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻസും ട്രെയിനിങ്ങിന്റെ മീനിങ്ങും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡെവലപ്മെന്റ് എന്താന്നുള്ളത്. എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ നമുക്ക് മുന്നേ അടുത്തത് പഠിക്കാനുണ്ട്. ട്രെയിനിങ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, എന്താണ് കമ്പനിയിലെ എംപ്ലോയീസ്, പുതുതായി വരുന്ന എംപ്ലോയീസിന്റെ സ്കില്ലും നോളജ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. നമ്മൾ ട്രെയിനിങ് കൊടുത്തു, എംപ്ലോയീസ് എന്ത് ചെയ്തു, സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്തു, അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. ഈ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നതിന് പറയുന്ന പേരാണ് ഡെവലപ്മെന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ശ്രദ്ധിക്കുക, അവരുടെ സ്കില്ലും നോളജും അതുപോലെ എബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കൂടെ പേഴ്സണാലിറ്റി ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യും, അവർക്ക് ഡെവലപ്മെന്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർ ഡെവലപ്പർ ആവില്ല, ആ ട്രെയിനിങ് എഫക്റ്റീവായി എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു വ്യക്തിയിൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അവർക്ക് ഗ്രോത്ത് വരികയും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് അവർ എത്തുകയും ചെയ്യണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഡെവലപ്മെന്റ്. അപ്പൊ ട്രെയിനിങ് മുഖേന ഒരാളുടെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട്, സ്കില്ലും നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ആ നോളജ് സ്കില്ലും വെച്ചിട്ട് അവർ ഫ്യൂച്ചർ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവർ അഡാപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെറിയ ലോവർ ലെവലിൽ നിന്നും അവർ ഹയർ ലെവലിലേക്ക് എന്ത് ചെയ്യാണ്, ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് നമ്മളെ സബ്ജക്റ്റിന്റെ പേര് തന്നെ. അപ്പൊ ഇതിന്റെ മീനിങ് അത് നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം. ട്രെയിനിങ്ങിന്റെ മീനിങ് എന്താന്നുള്ളത്, ഡെവലപ്മെന്റിന്റെ മീനിങ് എന്താന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇതും ഫ്ലിപ്പ് തന്നെ കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്, എഡ്വിൻ ഫ്ലിപ്പ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ബെനിഫിറ്റ്. നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, മീനിങ്ങും എഴുതാം, അതുപോലെ ഡെഫിനിഷനും എഴുതാം. രണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ആളുടെ പേര് എഴുതാം. ഡെഫിനിഷൻ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങും ആയി. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, കുറെ വലിച്ചു വാരി പഠിക്കാന്നല്ല, പഠിക്കുമ്പോൾ നല്ല കൺസിയസ് ആയിട്ട് നല്ല കറക്റ്റ് പോയിന്റുകൾ എന്ത് ചെയ്യാം, പഠിച്ചു പോവാ എന്നുള്ളതാണ്. ഇനി എന്താണ് ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്?
നേരത്തെ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് അലൈനിങ് എംപ്ലോയി വിത്ത് ഓർഗനൈസേഷൻ ഗോൾ. ഒരു കമ്പനിക്ക് ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന്റെ കൂടെ എന്ത് ചെയ്യാം, ആ വ്യക്തിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൂടെ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന തരത്തിലേക്ക് ആ എംപ്ലോയീസിനെ മാറ്റിയെടുക്കുന്നതാന്നുള്ളതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. ഓക്കെ. രണ്ടാമത് വരുന്നത് പ്രിപ്പയറിംഗ് എംപ്ലോയീസ് ടു മീറ്റ് ബിസിനസ് റിക്വയർമെന്റ് ആണ്. പ്രിപ്പയറിംഗ് എംപ്ലോയീസ് ടു മീറ്റ് ബിസിനസ് റിക്വയർമെന്റ്, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യാം. എന്താണ് ബിസിനസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാല്, ഇപ്പോ ബിസിനസ്സിന് ഇത്ര പ്രൊഡക്ടിവിറ്റി ഇത്ര കൊണ്ടുവരുന്ന എംപ്ലോയീസിനായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും ആവശ്യമുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുള്ള എംപ്ലോയീസിനെയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, കമ്പനി ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓരോ ഫീൽഡിനും ഓരോ സ്കില്ലാണ് ആവശ്യം. അപ്പോൾ കമ്പനിക്ക് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് ഉള്ളത്, ബിസിനസ്സിന് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് ഉള്ളത്, ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എന്താ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് വരുന്നത് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റി കൂടും, പ്രൊഡക്ഷൻ കൂടും, അതുപോലെ തന്നെ ആ വർക്കിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. അത് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, കാരണം അവര് എന്ത് ചെയ്യും, ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റർ ആയിട്ട്, അതുപോലെ മിസ്റ്റേക്ക് ഒക്കെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, വർക്ക് ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഉള്ള വർക്കായിട്ട് മാറും. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നത് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. ഓൾറെഡി പറഞ്ഞു ഫ്യൂച്ചർ ഗ്രോത്ത് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡെവലപ്മെന്റിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക, പുതിയ പുതിയ ഐഡിയാസും എംപ്ലോയീസിന്റെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യാം, സൊല്യൂഷൻസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അവരുടെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസിന്റെ സ്കില്ലും അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ഒക്കെ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് തോന്നുന്നു, അല്ല നെക്സ്റ്റ് അല്ല, ലാസ്റ്റ് അല്ല, സോറി, എൻഹാൻസ് എംപ്ലോയി സെൽഫ് അവയർനെസ്. നെക്സ്റ്റ് പോയിന്റ് അതാണ്, എൻഹാൻസ് എംപ്ലോയി സെൽഫ് അവയർനെസ് ആണ്. ഒരു എംപ്ലോയീസിന് അവനാനെ കുറിച്ചുള്ള, ആ ഒരു എംപ്ലോയീസിനെ കുറിച്ചുള്ള സ്വന്തമായിട്ടുള്ള അവയർനെസ് എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അതായത് നമ്മൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് ആ ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധം എന്തുണ്ടാവും, ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവും. അതാണ് ഇവിടെ സെൽഫ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൽ പറയുന്നുണ്ട് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ്, നീഡ് ആൻഡ് ഏരിയാസ് ടു ഇംപ്രൂവ്. നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടു കഴിഞ്ഞാൽ ആ വീക്ക്നെസ് എങ്ങനെ മറികടക്കാം എന്നുള്ളതൊക്കെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ബിൽഡ് ഫ്യൂച്ചർ റെഡി എംപ്ലോയീസ്. ബിൽഡ് ഫ്യൂച്ചർ റെഡി എംപ്ലോയീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫ്യൂച്ചർ ഗ്രോത്തിലേക്കാണ്. അപ്പോൾ നാളെ കമ്പനിയിലേക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ, അല്ലെങ്കിൽ കമ്പനിക്ക് വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എംപ്ലോയീസിനെ മാറ്റിയെടുക്കാനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെവലപ്മെന്റ് എന്നുള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, പുതിയ ടെക്നോളജീസ് ഉണ്ടാവും, ഈ എംപ്ലോയീസിന് പുതിയ റെസ്പോൺസിബിലിറ്റി കൊടുക്കും, പുതിയ ബിസിനസ് ചലഞ്ചസ് കൊടുക്കും. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് എന്ത് ചെയ്യുക, എംപ്ലോയീസിന്റെ എന്ത് ചെയ്യുക, കോൺഫിഡൻസും സ്കില്ലും നോളജും എബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് എന്ത് നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാം, ഇതാണ് മെയിൻ ഏരിയ, ഈ യൂണിറ്റിലെ മെയിൻ ഏരിയ. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി ട്രെയിനിങ് എന്താന്ന് പഠിച്ചു, ഡെവലപ്മെന്റ് എന്താന്ന് പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. ഇത് എല്ലാ തവണയും സാധാരണ യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസുകൾ നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ്, പർപ്പസിൽ എന്താണ് ഡിഫറൻസ്. ട്രെയിനിങ്ങിന്റെ പർപ്പസ് എന്താണ്? ട്രെയിനിങ്ങിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടി എന്താ ചെയ്യുക, സ്കിൽ ആൻഡ് നോളജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ട്രെയിനിങ്ങിന്റെ പർപ്പസ്. പക്ഷെ ഡെവലപ്മെന്റിന്റെ പർപ്പസ് അതല്ല. എന്താണ്? ഒരു എംപ്ലോയിയുടെ ഗ്രോത്ത്, ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്
എന്ത് ചെയ്യണത് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഡിഫറൻസ് മനസ്സിലായല്ലോ. ട്രെയിനിങ്ങിന്റെ പർപ്പസ് എന്താണ്? സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ്. ഏത് ഒരു ജോബ് ചെയ്യാനുള്ള സ്കില്ല് കൂട്ടുക, കറന്റ് ജോബ് ചെയ്യാനുള്ള സ്കില്ല് കൂട്ടുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. രണ്ടാമത്തെ വരും നോക്കൂ, സ്കോപ്പ് ആണ്. ഇവിടെ ശ്രദ്ധിക്കൂ, സ്കോപ്പ് ആണ്. എന്താണ് ട്രെയിനിങ്ങിന്റെ സ്കോപ്പ്? ജോബ് സ്പെസിഫിക് ആൻഡ് ഇമ്മീഡിയറ്റ് നീഡാണ്. ഒരു കമ്പനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജോബ് വരികയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണ, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ട്രെയിനിങ്. പക്ഷേ ഇവിടെ ഡെവലപ്മെന്റ് അതല്ല. ഡെവലപ്മെന്റ് ഈസ് ബ്രോഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ലോങ് ടേം ഗ്രോത്ത്, ലോങ് ടേം കരിയർ ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയീസിന്റെ ഫ്യൂച്ചറിലേക്കുള്ള എംപ്ലോയീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഫ്യൂച്ചറിലേക്കുള്ള. അപ്പൊ അവരുടെ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്മെന്റ് എന്നുള്ള സംഭവം, അതിന്റെ ഒരു സ്കോപ്പ് വരുന്നത്. മൂന്നാമത്തെ ഡ്യൂറേഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഡ്യൂറേഷൻ. ട്രെയിനിങ് ഷോർട്ട് ടൈം ആണ്, ഡെവലപ്മെന്റ് എന്താണ് ലോങ് ടൈം ആണ്. ഫ്യൂച്ചർ ഓറിയന്റഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ലോങ് ടൈം ആവും എന്നുള്ളതാണ്. ഇത് എന്താണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത്? ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത് സ്കിൽ ആൻഡ് ടാസ്കുകൾ മാത്രമാണ്. ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ റെഡിനെസ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പർപ്പസുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ് ലെവൽ ഓഫ് എംപ്ലോയീസ്. ട്രെയിനിങ്ങില് ലെവൽ ഓഫ് എംപ്ലോയീസ് എന്താണ് ബോത്ത് മാനേജേഴ്സ് ആൻഡ് നോൺ മാനേജേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും ട്രെയിനിങ് മാനേജേഴ്സിനും കൊടുക്കും, നോൺ മാനേജേഴ്സിനും എന്ത് ചെയ്യും ട്രെയിനിങ് കൊടുക്കും എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, ഡെവലപ്മെന്റോ മാനേജറിയൽ എംപ്ലോയീസിനാണ് സാധാരണ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ലോ ലെവലിൽ കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അവർക്ക് ട്രെയിനിങ് ആണ് കൊടുക്കുക. കാരണം അവർക്ക് ചെയ്യേണ്ടത് ഓപ്പറേഷൻസ്, ഫാക്ടറിയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ മാത്രമായിരിക്കും അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷെ ഡെവലപ്മെന്റിൽ ആ മാനേജേഴ്സിന് എന്ത് ചെയ്യും, മാനേജേഴ്സിന് മാത്രമാണ് ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് വരിക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന 5 ഡിഫറൻസ്. അപ്പൊ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നോക്കി പഠിക്കുക. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഒരു പോയിന്റ് കൂടെ ചേർക്കാം, മീനിങ്. ഇവിടെ ഒരു മീനിങ് എന്നുള്ള ഒരു സ്കോപ്പ് കൊടുത്ത് പർട്ടിക്കുലർ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ മീനിങ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അത് ഇവിടെ ചേർക്കാം. അതുപോലെ ഡെവലപ്മെന്റിന്റെ മീനിങ്ങും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് ഒരു ലാസ്റ്റ് ഏരിയ വരുന്നത് കറന്റ് ട്രെൻഡ് ഇൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രെൻഡുകൾ അല്ലെങ്കിൽ പുതുതായി കറന്റിലുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം, ChatGPT, ജെമിനിയും അതുപോലെ മെറ്റ AI ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സാധനമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മിമിക് ഹ്യൂമൻ ഇന്റലിജൻസ് ആണ്. ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒരു എന്താ ചെയ്യാ കോപ്പി വേർഷൻ ആണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലേണർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പറ്റും, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം, അതുപോലെ റിയൽ ടൈം ഫീഡ്ബാക്കുകൾ കിട്ടും, ചാറ്റ് ബോട്ടുകളൊക്കെ വെച്ച് ഇൻസ്റ്റന്റ് ക്വറികളൊക്കെ നടത്താൻ പറ്റും. വളരെ സുപരിചിതമായിട്ടുള്ള സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനോട് കൂടുതലായിട്ട് പറയേണ്ട ഒരു സാധനമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. വളരെ എന്തായാലും എന്താണ് ഈ ജെമിനിയിലൊക്കെ വെച്ച് ഫോട്ടോ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ നീതി ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, മിമിക് ഹ്യൂമൻ ഇന്റലിജൻസ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്ത് ക്വറികൾ ചെയ്യാം, ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്, അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ, ബിഹേവിയർ അനലൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, AI യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ആക്യുറസി, അതുപോലെ നല്ല ട്രെയിനിങ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ ഡ്രൈവൺ ലേണിംഗ് ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രെയിനിങ് കോസ്റ്റ് കുറക്കാൻ പറ്റും, കാരണം AI യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് കോസ്റ്റിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അഡാപ്റ്റീവ് കണ്ടന്റുകൾ, ലേണർ എൻഗേജ്മെന്റുകൾ എന്ത് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ അല്ല, ഇത് അത്ര ഇതല്ല. എന്ത് ചെയ്യുക, നിങ്ങൾ AI എന്താന്നുള്ളത് നോക്കുക. പിന്നെ ഇത് ജസ്റ്റ് 4 പോയിന്റ് കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്ന മോഡേൺ കറന്റ് ട്രെൻഡ് ആണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ നിലവാരം അനുസരിച്ചിട്ടുള്ള, ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷനും അവരുടെ ഒരു എബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരേ ട്രെയിനിങ് കൊടുക്കല്ല,
എല്ലാവർക്കും ഒരേ ട്രെയിനിങ് ആണ് സാധാരണ കൊടുക്കുക. ഒരു ക്ലാസ് റൂമിൽ വരും, ആ ക്ലാസ് റൂമിൽ വന്ന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും ഒരേ ട്രെയിനിങ് ആണ് കിട്ടുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏത് ട്രെയിനിങ് ആണ് ആവശ്യം അവർക്ക് അത് കൊടുക്കുക, മറ്റേ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്ത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു പുതിയ കറന്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് ആണ്. ഇപ്പോൾ സ്പെസിഫിക് സ്കിൽ റിക്വയർമെന്റ്, ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ സ്കില്ലുകൾ എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറയാലോ, ഇതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷെ നമ്മൾ സിലബസിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തു എന്നുള്ളൂ. പേഴ്സണലൈസ്ഡ് ലേണിംഗിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഒന്ന്, ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ് എന്ത് ചെയ്യുക അഡ്രസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ നോളജ് റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ് ആൻഡ് എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഗെയിമിഫിക്കേഷൻ. എല്ലാവർക്കും അറിയുന്ന സാധാരണ ഗെയിം കളിക്കാറുണ്ടാവും, പലരും പല രീതിയിലുള്ള ഗെയിം കളിക്കുന്ന ആളുകളാണ്. അപ്പൊ കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള സാധനം എന്താണ് ഗെയിമാണ്, കുറച്ചുകൂടി എന്റർടൈനിങ് ആയിരിക്കും, എൻഗേജഡ് ആയിരിക്കും ആളുകൾ അല്ലെ. സാധാരണ നമ്മളെ ക്ലാസ് എടുത്ത് പോകുന്ന പോലെ ട്രെയിനിങ് കൊടുക്കലാറെ എന്ത് ചെയ്യണേ കുറച്ച് ഗെയിം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. ഇങ്ങനെ നമ്മൾ എന്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ഗെയിം വഴി ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് എന്താ പറയാ ഗെയിമിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു റോൾ പ്ലേ നടത്താം, ഒരു ഗെയിം നടത്താണ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി എന്ത് ചെയ്യുന്നു ആ ഗ്രൂപ്പില് ലീഡർഷിപ്പ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗെയിം കൊടുക്കുന്നു. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അവർക്ക്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി വരും. അവർ എന്റർടൈനിങ് ആയിട്ട് അതിൽ ഇൻവോൾവഡ് ആവും, കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും കുറച്ചുകൂടെ എന്റർടൈനിങ് ആയി അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് നല്ല രീതിയിൽ ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി അവരുടെ ലീഡർഷിപ്പ് സ്കില്ലുകളൊക്കെ വരും. ഇങ്ങനെ ഗെയിമിന്റെ രൂപത്തിൽ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഗെയിമിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് എന്ത് ഇൻക്രീസ് ലേണർ എൻഗേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ, അതുപോലെ കണ്ടിന്യൂസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, അതുപോലെ കോമ്പറ്റീഷൻ ഫൺ ആൻഡ് കോമ്പറ്റീഷൻ ആയിരിക്കും ലേണിംഗ് ത്രൂ, അതുപോലെ നോളജ് റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളൊരു ഗെയിമിഫിക്കേഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്താണ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാം വെയർ എംപ്ലോയീസ് ഏൺ പോയിന്റ് ആൻഡ് ബാഡ്ജസ് ഫോർ കംപ്ലീറ്റിംഗ് മൊഡ്യൂൾ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെക്കുകയാണ്, ആ ആക്ടിവിറ്റി ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പോയിന്റ് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൊബൈൽ ലേണിംഗ് ആപ്പ് ആണ്. ഇതൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമില്ല, കാരണം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും മൊബൈൽ ലേണിംഗ് ആപ്പുകൾ അല്ലെ. ഇപ്പൊ വീഡിയോസ്, അതുപോലെ പോഡ്കാസ്റ്റ്, ക്വിസ്, അതുപോലെ ഡിസ്കഷൻ ഫോറം, അങ്ങനെ പല തരത്തിലുള്ള ആപ്പുകൾ ആയിരിക്കും, കുറെ സംഭവങ്ങൾ മൊബൈലിൽ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ മൊബൈൽ ആപ്പുകൾ വഴി നിങ്ങൾ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിനെ പറയുന്നതാണത് മൊബൈൽ ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ട്രെയിനിങ് ഡെലിവേർഡ് വിയ സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ്. ഓക്കെ, ഏതെങ്കിലും ആപ്പ് വഴിയാണ് നിങ്ങൾ ട്രെയിനിങ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ട്രെൻഡ് മൊബൈൽ ലേണിംഗ് ട്രെയിനിങ് ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഇത്രയും ആണ് എന്ത് ചെയ്യുന്നത് മൊബൈൽ ലേണിംഗിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എനേബിൾ ലേണിംഗ് അറ്റ് വൺസ് ഓൺ പേസ് ആണ്. അതായത് എനിക്കിപ്പോ രണ്ട് വ്യക്തികളുണ്ട്, ഒരാൾക്ക് എന്ത് ചെയ്യാം സ്പീഡിലെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരുണ്ടാവും, അതുപോലെ വളരെ സ്ലോ ആയിട്ട് പഠിച്ചെടുക്കുന്ന ആളുകളുണ്ടാവും. ഈ രണ്ട് പേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് മൊബൈൽ ലേണിംഗ് ആപ്പ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബ് ക്ലാസ് ആണെന്ന് വിചാരിക്കാം, ഒറ്റ റീഡിങ്ങിൽ തന്നെ എല്ലാം മനസ്സിലാവുന്ന ആൾക്ക് എന്താ മതി യൂട്യൂബ് ക്ലാസ് ഒരു വട്ടം കേട്ടാൽ മതി അല്ലെ. ഇപ്പൊ 2 തവണ കേൾക്കാൻ ആവശ്യമുള്ളവരുണ്ടാവും, സ്ലോ ആയിട്ടുള്ളവരുണ്ടാവും, അവരെന്ത് 2-3 തവണയൊക്കെ യൂട്യൂബ് ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യാം അവർക്ക് ട്രെയിനിങ് എടുക്കാം അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അവർ സ്വന്തം സ്പീഡ്, നമ്മളുടെ നോളജിന്റെ അല്ലെങ്കിൽ മെന്റൽ പവറിന്റെ സ്പീഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ലേണിംഗ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഹൈബ്രിഡ് വർക്ക് എൻവയോൺമെന്റ് പറ്റും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈനും ഓഫ്ലൈനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ടൈം സേവിങ് ആണ്, അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. മൊബൈൽ ലേണിംഗ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി അടുത്തതാണ് മൈക്രോ ലേണിംഗ്. അതായത് നമ്മുടെ കോണ്ടന്റിനെ അല്ലെങ്കിൽ കണ്ടന്റ് എന്ത് ചെയ്യുക വളരെ സ്മോൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബുക്ക് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് എക്സാമിന് മുന്നേ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഓരോ യൂണിറ്റ് ആക്കി പഠിക്കുക.
ഓക്കെ, അതായത് ചെറിയ ചെറിയ കണ്ടന്റുകളാക്കിയിട്ട് സ്മോൾ പീസസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക പഠിക്കുന്ന രീതിയാണ് മൈക്രോ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഡെലിവർ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഇൻ സ്മോൾ ആൻഡ് ഹൈലി ഫോക്കസ്ഡ് ചങ്ക് ആണ്. അതായത് ചെറിയ ചെറിയ എന്ത് ചെയ്യുക കണ്ടന്റുകളാക്കിയിട്ട് എഡ്യൂക്കേഷണൽ കണ്ടന്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുക ഡെലിവർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ മൈക്രോ ലേണിംഗ് എന്ന് പറയാം. ആ പേരിൽ തന്നെ ഉണ്ട്, മൈക്രോ ആണ്, ചെറുതാണ്. ഇപ്പൊ കണ്ടന്റിന് എന്ത് ചെയ്യുക ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുന്നതാണ് മൈക്രോ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഇംപ്രൂവ് അറ്റൻഷൻ ആൻഡ് റിട്ടൻഷൻ, അതുപോലെ കൊഗ്നിറ്റീവ് ഓവർലോഡ്. കൊഗ്നിറ്റീവ് ഉദ്ദേശിക്കുന്നത് ഇന്റലിജന്റ് ആണ് കേട്ടോ, ഇന്റലിജന്റ് ഓവർലോഡ് കുറക്കാൻ പറ്റും. അതുപോലെ ജസ്റ്റ് ഇൻ ടൈം ലേണിംഗ്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുക. ഐ മീൻ ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യുക ആ സംഭവങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറെ സമയം വേണ്ട, ഷോർട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കുറഞ്ഞ സംഭവം കണ്ടന്റ് ആവുമ്പോൾ ആ കുറഞ്ഞ കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇന്റഗ്രേറ്റ് വിത്ത് മൊബൈൽ ലേണിംഗ് ആണ്. നമുക്ക് മൈക്രോ ലേണിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ലേണിംഗുമായിട്ട് നേരത്തെ മുന്നേ ഡിസ്കസ് ചെയ്തല്ലോ മൊബൈൽ ലേണിംഗ് ആപ്പ്, അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് എന്ത് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ്, ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാതെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ട്രെയിനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. അത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, താങ്ക് യു.